റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുറമുഖത്ത് പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം നൽകിയിട്ടില്ല എന്ന വിസിലിന്റെ നിലപാടിനെതിരെ വിഴിഞ്ഞം ഇടവക വികാരി ഡോക്ടർ നിക്കോളാസ് തർസിയൂസ്. സർക്കാരിന്റേത് വഞ്ചനാപരമായ നിലപാടെന്നാണ് വിമർശനം. 50% തൊഴിൽ നൽകാമെന്നാണ് പറഞ്ഞതെങ്കിലും കണക്കുകൾ പുറത്തുവിടാതെ സർക്കാർ ഉരുണ്ടുകളിക്കുകയാണെന്നും ആരോപണം. ഇവിടുത്തെ സർക്കാരിന് അതിനുള്ള കടമയുണ്ട്. സർക്കാർ അത് മുൻഗണന എടുക്കട്ടെ. ഇപ്പോൾ പോർട്ട് കൊണ്ടുള്ള വരുമാനമെല്ലാം ആരാ വാങ്ങുന്നത്? സർക്കാരല്ലേ എടുക്കുന്നത്. അപ്പോൾ സർക്കാരിന് ജനത്തോട് ഉത്തരവാദിത്വമില്ലേ? ഏത് സർക്കാരായാലും അവരാണ് ചെയ്യേണ്ടത്. വീണ്ടും ജനത്തെ വീണ്ടും കൊണ്ട് മുമ്പിൽ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടതിൻ്റെ പേരിൽ എന്തുമാത്രം ഇവിടെ ജനങ്ങൾ കഷ്ടപ്പെടുന്നു എന്നറിയൂ. അവർക്കൊന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് പോലും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വീണ്ടും ജനങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട് അവിടെ നിർത്തേണ്ട കാര്യമില്ല. ജനങ്ങളെ സംരക്ഷിക്കേണ്ട ജോലി സർക്കാരിൻ്റെതാണ്. ഇതിപ്പോൾ തീരദേശത്തോട് തന്നെ ഇങ്ങനെ ഒരു അവഗണനയും കാണിക്കേണ്ട കാര്യമുണ്ടോ? ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു. അരുൺ സോളമൻ, ഗുഡ് ഈവനിംഗ്. വിഴിഞ്ഞം ഇടവക ഒരു വഞ്ചനയ്ക്കെതിരെയാണ് ഇപ്പോൾ ശബ്ദമുയർത്തുന്നത്. എന്തുകൊണ്ട് സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല അരുൺ? സുജയ, ഗുഡ് ഈവനിംഗ്. 2015 അദാനി തറക്കല്ലിടാൻ വന്നപ്പോൾ തന്നെ ഈ പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുമെന്നുള്ളൊരു വാഗ്ദാനം അന്ന് നൽകിയിരുന്നു. മാധ്യമങ്ങളോടൊക്കെ അത് പങ്കുവച്ചതാണ്. ഏറ്റവും ഒടുവിൽ 1ാം ഘട്ടം പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കരൺ അദാനി അടക്കമുള്ളവർ പരസ്യമായിട്ട് 50% തൊഴിൽ നൽകുമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ റിപ്പോർട്ടർ നമ്മുടെ സംഘം ഇപ്പോൾ ഈ വിവരാവകാശം തേടിയപ്പോൾ വിസിൽ നൽകിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഒരു വാഗ്ദാനം സർക്കാരോ ഈ വിഴിഞ്ഞം ഗ്രൂപ്പോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിസിലിന്റെ മറുപടി. ഇതിനോടാണിപ്പോൾ വിഴിഞ്ഞം ഇടവക വികാരിയായിട്ടുള്ള ഡോക്ടർ നിക്കോളാസ് തർസിയൂസ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വഞ്ചനാപരമായിട്ടുള്ളൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഏറെ ചതിക്കപ്പെട്ട ഒരു ജനതയായിട്ട് വിഴിഞ്ഞം തീരദേശവാസികൾ മാറിയിരിക്കുന്നു. ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ സഹിച്ച ഒരു ജനത, പ്രധാനമായിട്ടും മത്സ്യസമ്പത്തിനെ ഉപജീവനമാർഗമാക്കിയ ഒരു ജനത. 10 വർഷമായിട്ട് ഈ വിഴിഞ്ഞത്ത് മത്സ്യസമ്പത്ത് കുറഞ്ഞിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ പുതിയ തലമുറ മത്സ്യ മേഖലയിലേക്ക് വന്നിട്ടില്ല. വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു തലമുറയാണ് പുതിയ ഒരു തലമുറയായി വന്നിരിക്കുന്നത്. അവരെ ഈ പ്രദേശത്ത് 50% തൊഴിൽ നൽകാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും അത് സംബന്ധിച്ചിട്ട് ഈ വകുപ്പ് മന്ത്രി പോലും അത് സംബന്ധിച്ച് കണക്കുകൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഇടവക വികാരി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇടവക കൗൺസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കണക്കുകൾ ഉടൻ തന്നെ പുറത്തുവിടണം. സർക്കാർ ഉറപ്പ് നൽകിയ ആ തൊഴിൽ വാഗ്ദാനം പാലിച്ചേ മതിയാവൂ. അങ്ങനെ അല്ലാത്ത പക്ഷം വീണ്ടും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനായിട്ടുള്ള സാധ്യത കൂടി, അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇടവക വികാരി കൂടി ഡോക്ടർ നിക്കോളാസ് തർസിയൂസ് പങ്കുവച്ചിരിക്കുന്നത്. ഈ പ്രധാനമായിട്ടും ഈ ഇത്തരത്തിലുള്ള നിയമചട്ടങ്ങളും അതുപോലെ തന്നെ ചർച്ചകളിലൊക്കെ മത്സ്യ സമുദായത്തിൽ നിന്നിട്ടുള്ള ഈ തൊഴിലാളി സമുദായത്തിൽ നിന്നിട്ടുള്ള പ്രതിനിധികൾ ഇല്ല. അത്തരത്തിലുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കണം. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടാതെ മറച്ചു വെക്കുന്നതിന് ഇതൊക്കെ സർക്കാർ കണക്ക് കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുൻകൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രാതിനിധ്യം ഉറപ്പാക്കി എവിടെ പോയി എന്നാണ് വിസിൽ ചോദിക്കുന്നത്. കണക്കുകൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം എന്നതാണ് ഇപ്പോൾ വിഴിഞ്ഞം ഇടവക ആവശ്യപ്പെടുന്നത്. താങ്ക് യു അരുൺ സോളമൻ.